2010 മുതൽ 16 വർഷത്തെ ജനസേവനത്തിന്റെ മഹിത മാതൃക കാണിച്ച കൃപ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ധനസമാഹരണാർത്ഥം നമ്മൾ നടത്തുന്ന ഈ ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച്, ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളുള്ളത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കിടപ്പ് രോഗികളായ ആളുകൾക്ക്, മറാവാദികളിൽപ്പെട്ട് വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങാണ് ഈ ബിരിയാണി ചാലഞ്ച്. ആലത്തൂരിന്റെ നന്മയാണ് 5000-ഓളം ബിരിയാണി പൊതികൾ ആലത്തൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ കൃപയ്ക്ക് വേണ്ടിയുള്ള ചാരിറ്റി പങ്കാളികളായിക്കൊണ്ട് അവർ നടത്തുന്ന സേവനത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയ എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യാനായി കൃപയുടെ ജനറൽ സെക്രട്ടറി ആദരണീയനായ ശ്രീ അസനാർകുട്ടി മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ഈ വർഷത്തെ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശശി സാർ, ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന DISP സാർ, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൃപയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നേതാക്കന്മാരെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കൃപ പാലിയേറ്റീവ് നീണ്ട 16 വർഷത്തോളമായി 1000-ലധികം കിടപ്പിലായ, ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ നമ്മുടെ സഹപ്രവർത്തകർക്ക് ആവശ്യമായ സേവനങ്ങൾ വീട്ടിൽ ചെന്നുകൊണ്ട് നിർവഹിക്കുന്ന ഒരു പാലിയേറ്റീവ് ക്ലിനിക്കാണ് കൃപ പാലിയേറ്റീവ്. ഫിസിയോതെറാപ്പി ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരും 2 നഴ്സുമാരും 2 ഹോം കെയർ പോകുന്ന വാഹനങ്ങളും ഓഫീസ് ജീവനക്കാരും അതോടൊപ്പം 100 കണക്കിനുള്ള വളണ്ടിയേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് കൃപ. നിലവിൽ എല്ലാ ദിവസവും ഹോം കെയർ നടക്കുന്നതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഫിസിയോതെറാപ്പിയുടെ ഹോം കെയർ നടക്കുന്നു. നഴ്സിംഗ് ഹോം കെയറുകളിൽ എല്ലാ ദിവസവും നടക്കുന്നു. ഡോക്ടറുടെ സേവനം നിലയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം OP പ്രവർത്തിക്കുകയും ആവശ്യാനുസരണം ആവശ്യക്കാർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ ഡോക്ടറുടെ സേവനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ലീനാറാണി മാഡവും അതുപോലെ തന്നെ ജില്ലയിൽ നിന്ന് വരുന്ന ഡോക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ദാശായിനി മാഡത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്ടർ ഹോം കെയറും നമ്മൾ നടത്തി വരുന്നുണ്ട്. നിലവിൽ 200-ഓളം പേഷ്യൻസാണ് നമുക്ക് ഇപ്പോഴുള്ളത്. തികച്ചും കിടപ്പിലായി, അതല്ലെങ്കിൽ ഒരു നിലയ്ക്കും അവർക്ക് മറ്റൊരു അത്താണിയില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് കൃപയുടെ വളണ്ടിയർമാർ, കൃപയുടെ ജീവനക്കാർ അവരെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ പകർന്നു നൽകുന്നു. ഏകദേശം ഞാൻ സൂചിപ്പിച്ചു, ഇപ്പോൾ നിലവിൽ 200-ഓളം പേഷ്യൻസാണ്, കുടുംബാംഗങ്ങളാണ് കൃപയ്ക്കുള്ളത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും കൃപയിൽ ഒരു പേഷ്യൻ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കേവലം മരുന്ന് കൊടുക്കലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വിസിറ്റോ ഒരു മുറിവ് കെട്ടിക്കൊടുക്കലോ മാത്രമല്ല, ഒരു വീട്ടിലെ കിടപ്പിലാകുന്നത്, തളർന്നു പോകുന്നത് ഒരുപക്ഷെ ആ കുടുംബനാഥനായിരിക്കും. ഇതുവരെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച വ്യക്തിയാണത്. ആ വീട്ടിലെ ആ കുടുംബനാഥനോട്, തളർന്നുപോയ വ്യക്തിയോട് ചോദിച്ചുകൊണ്ടാണ് അവിടെ ഒരു തീരുമാനം എടുക്കുക.
ജനങ്ങൾ വന്ന് അദ്ദേഹത്തെയാണ് കാണുക. ഇന്നാണ് അദ്ദേഹം തളർന്നു പോയി, ഇന്നലെ വീടിൻ്റെ ഒരു സൈഡായിരിക്കുന്നു. അങ്ങനെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കുൾപ്പെടെ സൈക്കോ സോഷ്യോ ഹോം കെയറുകൾ നമ്മുടെ അബ്ദുൽ മജീദ് മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ വ്യക്തമായ പഠനങ്ങളെല്ലാം കഴിഞ്ഞ റിട്ടയർഡ് HM കൂടിയാണ്. അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ സോഷ്യോ സൈക്കോ സപ്പോർട്ട് കൂടി കൃപയുടെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഒരുപക്ഷെ ആലത്തൂർ ഇതുപോലുള്ളൊരു പരിപാടി ആദ്യമായിരിക്കും. അതുപോലെ തന്നെ DSP സാർ 2 ദിവസമായിട്ടുള്ള ചാർജ് എടുത്തിട്ട് കൃപയെക്കുറിച്ച് അല്പം നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഇതിൻ്റെ തുടക്കം റഹീമ ടീച്ചർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇരട്ടക്കുളത്തുള്ള ടീച്ചറുടെ നേതൃത്വത്തിൽ മാപ്പ് ഖത്തർ മലയാളി അസോസിയേഷൻ ഓഫ് പാലക്കാട് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികളായ ആലത്തൂരിലെ പാലക്കാട് ജില്ലയിലെ നമ്മുടെ സഹപ്രവർത്തകർ, അതിന് നേതൃത്വം കൊടുത്ത അബ്ദുറഹ്മാൻ ഹസനാൻ സാഹിബ്, അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അബു ഫൈസൽ മാസ്റ്റർ, ഇങ്ങനെ ഒരു വിഭാഗമാണ് ഇതിനെ തുടക്കത്തിൽ കൃപയ്ക്ക് നട്ടുവളർത്തിയത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഈ മലയാളി അസോസിയേഷൻ അതുപോലെ തന്നെ ആലത്തൂർ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബുദാബിയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള മൊയ്ജിപ്പ സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, അദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ട് കൂടിയാണ് നമുക്ക് ആദ്യമായിട്ടൊരു വാഹനം കിട്ടുന്നത്. അത് കഴിഞ്ഞു വീണ്ടും കൃപയുടെ പ്രവർത്തനങ്ങൾ ദീർഘിപ്പിച്ചു, വർധനവ് വന്നു, പേഷ്യൻസ് കൂടി. അന്ന് ആലത്തൂർ താലൂക്കിൽ തന്നെ വേറൊരു പ്രൈവറ്റ് പാലിയേറ്റീവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൊല്ലങ്കോട്, നണ്ടങ്കയായ ആനമാറി മുതൽ കിഴക്കഞ്ചേരി, മുടപ്പല്ലൂർ, ചിറ്റലഞ്ചേരി അങ്ങനെ തുടങ്ങി തോണിപ്പാലം, വടക്കഞ്ചേരി, ഇങ്ങനെ വാണിയമ്പാറ വഴിയുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളും പ്രൈമറിയും സെക്കൻഡറിയും ഹെൽത്ത് സെൻ്ററുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കൃപയെ ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പാലക്കാട് ജില്ലയിലെ പ്രൈവറ്റ് സെക്ഷനിൽ മോർഫിൻ ലൈസൻസ് ഉള്ള ഏക സ്ഥാപനം കൃപയാണ്. താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലും ശരി, ആ മോർഫിൻ കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം. വേദന സംഹാരിയാണ്, അതിന് പറ്റിയ ഡോക്ടർ, അതിന് ലൈസൻസും കാര്യങ്ങളുള്ള ഡോക്ടർ ലീന റാണിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ മരുന്ന് പിന്നെ ലൈസൻസ് ഉള്ളത് അത് പുതുക്കിക്കൊണ്ടിരിക്കാൻ കൃത്യമായ അപ്ഡേഷനുള്ള ഏക സ്ഥാപനം പാലക്കാട് ജില്ലയിലെ പ്രൈവറ്റ് സംവിധാനത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ആലത്തൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി പോലും ആ സംവിധാനമില്ല. അവിടെയൊക്കെ നമ്മുടെ അടുത്താണ് അവർക്ക് സപ്പോർട്ടായിട്ട് വരിക. അതിനപ്പുറം തന്നെ കൃപയിൽ രജിസ്റ്റർ ചെയ്ത പേഷ്യൻസിന് ഓണം ആഘോഷിക്കുന്നവരാണെങ്കിൽ ഓണത്തിനുള്ള കിറ്റുകൾ കൊടുക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നവർക്ക് പെരുന്നാൾ കിറ്റ് കൊടുക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ കിറ്റ് കൊടുക്കുന്നു. അതോടൊപ്പം അവരുടെ മക്കളുടെ പഠനങ്ങൾ കഴിഞ്ഞാൽ പോലും ആ വീട്ടിലെ കുടുംബനാഥനാണ് തളർന്നു കിടക്കുന്നത്. ഇന്നലെ വരെ ഓടിച്ചാടി നടന്ന ആളാണ്. അപ്പോൾ ആ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠന സംവിധാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പഠന ബുക്കുകളും അതുപോലെ തന്നെ അനുബന്ധ സാധനങ്ങളൊക്കെ നൽകി വരുന്നു. പീപ്പിൾ ഫൗണ്ടേഷനായിട്ട് സഹകരിച്ചുകൊണ്ട് നൽകുന്നു, ബൈത്ത് സക്കാത്തായിട്ട് സഹകരിച്ചുകൊണ്ട് നൽകുന്നു. അതോടൊപ്പം ചിലപ്പോൾ ആ വീട്ടിൽ കിടന്നുപോയ വ്യക്തിക്ക് ഒരു പക്ഷേ അതുവരെ അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് മുതൽ ആ ടോയ്ലറ്റ് പറ്റില്ല. അതുവരെ അദ്ദേഹത്തിന് ഇറങ്ങാൻ സ്റ്റെപ്പുകൾ കഴിയുമായിരുന്നു, സ്റ്റെപ്പുകൾ റാമ്പ് ആൻഡ് റെയിൽ വേണ്ടി വരും. ഇതൊക്കെ പീപ്പിൾ ഫൗണ്ടേഷൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പീപ്പിൾ ഫൗണ്ടേഷൻ്റെയും ബൈത്ത് സക്കാത്തിൻ്റെയും സഹായത്തോടുകൂടി കൃപയുടെ ബഹുമാനായ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹൈദർ സാഹിബ് അദ്ദേഹം അത് എടുത്തുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സേവനങ്ങളും നമ്മൾ കൃപയിൽ നിന്ന് നൽകി വരുന്നുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഏകദേശം നമുക്ക് വരുന്നത് 2 ലക്ഷം രൂപ ചെലവാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് MLA ബഹുമാനം ചോദിച്ചു ഏകദേശം എത്ര ബിരിയാണി ചലഞ്ചിൽ കിട്ടുന്നെന്ന്. നിങ്ങൾക്കറിയാമല്ലോ എത്ര കിട്ടുന്നുള്ളത്. 150 രൂപയ്ക്ക് ബിരിയാണി ഹോട്ടലിൽ പോയാൽ 160 രൂപ കൊടുക്കണം. അപ്പോൾ എന്ത് ബിരിയാണി ചലഞ്ചിൽ കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ചലഞ്ച് നടത്തുമ്പോൾ ഇതിലേക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ മുഴുവൻ ഇവിടെയുള്ള വ്യാപാരികളെ തന്നത്. കാരണം അവർക്കറിയാം കൃപയുടെ പ്രവർത്തനം. ഇതിനു വേണ്ട അരി മുഴുവനും ഇവിടെയുള്ള പലചരക്ക് കടക്കാരാണ് തന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതാണ് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ലാഭം എന്നുള്ളത്. അതിനേക്കാൾ ഏറ്റവും ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഈ 400-500ഓളം നമുക്ക് ബിരിയാണി കിറ്റ് പോകാൻ ഏക കാരണം ആലത്തൂരിലെ പാലക്കാടിൽ തന്നെ അൻവർ ഖാന്റെ റാവുത്തർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, അതാണ് പ്ലസ് പോയിന്റ്. അദ്ദേഹത്തിൻ്റെ ആ ബിരിയാണിക്ക് അനുസരിച്ചുകൊണ്ട് അൻവർ ഖാന്റെ ബിരിയാണി, അൻവർ ഖാന്റെ റാവുത്തർ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, കുമ്പളങ്ങി അലുവ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാർക്കറ്റാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഷെഫായിട്ട് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തിനോട്
ഇന്നലെ ഉച്ച തുടങ്ങി അദ്ദേഹത്തിൻ്റെ 10ഓളം സ്റ്റാഫുകളും അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെ ഉണ്ടാവും. എല്ലാം തന്നെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സേവനം എന്ന് കണക്കി ഈ ഇന്നലെ മുതൽ ഇന്ന് വരെ വലിയൊരു ഏകദേശം ലക്ഷത്തിനടുത്ത് എമൗണ്ട് വരും. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ കൂടെയുള്ള എല്ലാവരും കൂടി കൃപയ്ക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ലാഭം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൃപയ്ക്ക് ഏകദേശം ഒരു മാസത്തോളം 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഇതിൻ്റെ സംവിധാനം ഇപ്പോൾ ഇതിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് വെങ്ങന്നൂർ, ആലത്തൂർ വെൽഫെയർ സൊസൈറ്റികൾ, യുണൈറ്റഡ് ക്ലബ്ബ് വെൽഫെയർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പലിശ രഹിത അയൽ കൂട്ടായ്മയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, പലിശന്റെ കെണികൾ അറിയാം. 3000-ഓളം മെമ്പർമാരുള്ള അയൽക്കൂട്ട സംവിധാനം ആലത്തൂരുമുണ്ട്, വെങ്ങന്നൂരുമുണ്ട്. അതിന്റെ ആലത്തൂരിലെ സാരഥിയാണ് നേതൃത്വം കൊടുക്കും ഷക്കീർ ഹുസൈൻ സാഹിബ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെങ്ങന്നൂരിലെ ഉസ്മാൻ മാസ്റ്റർ, അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ 3 ആലത്തൂർ വെൽഫെയർ സൊസൈറ്റിയിലൂടെ വനിതാ സ്റ്റാഫുകൾ ഷഹീദ ഹുസൈൻ, ഷഹീദ മൻസൂർ, ഹബീബ ജാഫർ, വെങ്ങന്നൂരിൽ അതുപോലെ തന്നെ ഷക്കീല സലീം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, അതുപോലെ തന്നെ സിറാജുന്നീസ. ഇവരാണ് ഈ ബിരിയാണി ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ 2000-ലധികം നമുക്ക് ഈ സംവിധാനത്തിലൂടെയാണ് നമുക്ക് ഈ ബിരിയാണി കിട്ടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ആദ്യകാലത്തെ വളണ്ടിയർമാരായിരുന്ന കുറേ പേർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. ഒന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല, നമ്മുടെ ഇക്ബാൽക്ക, അതുപോലെ തന്നെ നമ്മുടെ മജീദ്ക്ക, നമ്മുടെ ഫാസിൽ, ഇതിൻ്റെ ജനറൽ കൺവീനറായ ഫാസിൽ മജീദിൻ്റെ വാപ്പ, അവരൊക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വിദേശത്ത് ഒരുപാട് നമുക്ക് വേണ്ടി സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊയ്തുപ്പ സാഹിബ്, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലില്ല. എന്തായാലും സർവേശ്വരൻ അവർക്കൊക്കെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഇന്ന് ഇതുവരെയും ഉറങ്ങാണ്ട് പണിയെടുത്ത 3 പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പറയാതിരിക്കാൻ വയ്യ. ഒന്ന് ഉസ്മാൻ മാളിക പറമ്പ്, ഉസ്മാൻ ഹനീഫ, മറ്റൊന്ന് ഫാസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മജീദ് ഖാന്റെ മകൻ, മറ്റൊന്ന് അബ്ദുള്ള അസ്നാർ. എനിക്ക് തോന്നുന്നു അവർ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. മുഴുവൻ ഇതിനു വേണ്ടി, ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പാടുപെടുത്തവർ. അതുപോലെ തന്നെ ഈ സംവിധാനത്തോട് കൂട്ടുനിന്ന ഷാജി ചുങ്കം, അതുപോലെ തന്നെ അൻസർ ചിപ്സ് വർക്ക്, അതുപോലെ ഇലക്ട്രീഷ്യൻ ഹമീദ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ അബുലാല ബാബുക്ക, മുഫീദ് അലി, അതുപോലെ തന്നെ സഹോദരൻ ജംഷീർ, ബഷീർ മാസ്റ്റർ ബാങ്ക് റോഡ് തുടങ്ങി ധാരാളം പേര് ഇതോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൃപയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഫണ്ട് വരുന്നുള്ളത് എനിക്കും അറിയില്ല, നമ്മുടെ പ്രസിഡന്റിനോട് ചോദിക്കണം. ഈ 2 ലക്ഷം രൂപ എങ്ങനെ വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിലെയാണ് കണക്കുകളും കാര്യങ്ങളൊക്കെ വരിക. ഓട്ടോമാറ്റിക് നമ്മൾ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപ്പം കിട്ടും. അതുപോലെ തന്നെ കൃപയോടെ പ്രവർത്തിക്കുന്ന തെളിവാണ് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ്. സാധാരണ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല, ഡോക്ടറേറ്റും കൂടിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആലത്തൂർ നിങ്ങൾ നടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പേര് കിടന്ന് പോയവരാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എണീറ്റ് നടക്കുന്നത്. നിങ്ങൾക്ക് ടൗണിൽ കാണാൻ കഴിയും നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം വ്യക്തികളെ. ഒരു നിലയ്ക്കും 1-2 ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ട് ഇനി നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു മോഹനേട്ടനുണ്ട്. അദ്ദേഹം ചെണ്ടകൊട്ടിലായിരുന്നു പൂരത്തിനും വേലയ്ക്കൊക്കെ. ഇനി എനിക്കൊന്നുമില്ല, അമ്മയുടെ മരണ വാർത്ത കേട്ട് പെട്ടെന്ന് തളർന്നു പോയതാണ്. പക്ഷെ നമ്മുടെ സാറിന് കഴിഞ്ഞ നമ്മുടെ ടൂറിന് ഈ വിനോദത്തിന് വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുപോകും നമ്മളെ. അന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം കിടന്നാണ് വന്നത്. പക്ഷെ അദ്ദേഹം ഇന്ന് നടന്നാണ് വന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ ജോലി തുടരാൻ തുടങ്ങി ചെണ്ടകൊട്ടിൽ. ഇതൊക്കെ നമ്മുടെ ഫിസിയോതെറാപ്പി ഡോക്ടർ അഫ്സൽ സാർ ഇവിടെയുണ്ട്. ആവശ്യാനുസരണം എല്ലാ മാനസിക പിന്തുണയും നൽകുന്ന അഫ്സൽ സാർ. അതുപോലെ തന്നെ ഞാൻ സാമ്പത്തികം പറഞ്ഞു. ഇതിനു വേണ്ടി ഇറങ്ങിച്ചെന്നപ്പോൾ ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ MLA സാറിനോട് പറഞ്ഞു, ഇതിൻ്റെ ബിരിയാണിയുടെ ലാഭം മാത്രമല്ല, നേരത്തെ നമ്മുടെ അൻവർ ഷെഫ് വിട്ടുതരുന്ന സേവനമായി നൽകുന്ന ആ സംവിധാനവും ഇവിടെയുള്ള ഇത് വെക്കാൻ ആവശ്യമായ പലചരക്ക്, പച്ചക്കറി, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ തരികയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ മുഖ്യമായ ഇതിൻ്റെ ലാഭം. അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് കാണാനുണ്ട്. ഇതിൻ്റെ അത്ഭുതം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി 10:15 നമ്മുടെ ഇതിൻ്റെ സാമ്പത്തിക ചാർജുള്ള അബ്ദുള്ള അസ്നാറിനെ വിളിക്കുന്നത്. ഒരു പ്രമുഖ വ്യാപാരിയാണ് അദ്ദേഹം. നേരത്തെ ഞങ്ങൾക്ക് കാണാം, പക്ഷെ മഴ കാരണം കാണാൻ പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു മരിപ്പും ഉണ്ടായിരുന്നു, രാവിലെ പോകാൻ കഴിഞ്ഞില്ല. 10 എൻ്റെ കൃപയുടെ ഒരു കാര്യം സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം പൂജ്യത്തിന് വിലയില്ലാത്ത പോലെ നീണ്ട പൂജ്യങ്ങൾ അടങ്ങുന്ന ഒരു എമൗണ്ട് അയച്ചു കൊടുത്തു. എമൗണ്ടും ആളിനെ ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് കൃപ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംവിധാനം ഇവിടെ വളരാൻ വേണ്ടി ഇവിടെ പണിയെടുത്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ വ്യാപാരികൾ, അതുപോലെ തന്നെ പച്ചക്കറി, പലചരക്ക് കച്ചവടക്കാർ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ സംവിധാനം ഒരുക്കാൻ വേണ്ടി
നമ്മുടെ MH ഫിറോസ്, ഇപ്പൊ അവിടെ കാണുന്ന ഈ കാർപ്പറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ അവരുടെ സേവനമാണ്. അദ്ദേഹം അതിനുവേണ്ടി നമുക്ക് ഫിറോസ് ആണ് അതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെങ്ങന്നൂർ സമന്വയ ക്ലബ്ബ്, അതിൻ്റെ യാസീനാണ് അതിൻ്റെ പ്രസിഡന്റ്, ഒരു ക്ലബിൻ്റെ. പക്ഷെ അദ്ദേഹം ആ ഒരു പയ്യനാണ്, അവൻ പിന്നെ ഒരു ചെറിയൊരു ഓപ്പറേഷന് വേണ്ടി ഇന്ന് പോകുന്നു. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന് അവിടെയുള്ള എണ്ണങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. സർവേശ്വരൻ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സ എത്രയും പെട്ടെന്ന് സമാധാനമാക്കി കൊടുക്കുമാറാകട്ടെ, പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫറിന് വേണ്ടി ഇവിടെ എത്തിയതാ സത്താർ, എൻ്റെ സഹോദരനാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പകർത്തുകയും ഇതൊക്കെ ഒരു സേവനമില്ലാതെ. അതുപോലെ തന്നെ മുഹ്സിൻ, നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു, നമ്മുടെ സഹപ്രവർത്തകനാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു വിഭാഗം ഇവിടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബിരിയാണി ചലഞ്ചിൽ സഹായിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഒന്ന് വെൽഫെയർ സൊസൈറ്റികളാണ്, വെങ്ങന്നൂർത്തിയും ആലത്തൂർത്തിയും, പിന്നെ യുണൈറ്റഡ് ക്ലബ്ബ്, അതുപോലെ തന്നെ സമന്വയ ക്ലബ്ബ്. ഇതെല്ലാം തന്നെ ആലത്തൂരിലെ ഇഷാത്ത് ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണ്ടറിലാണ്. ഇവിടെ നടക്കുന്ന ഒരു 5ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മറ്റ് ധാരാളം സംവിധാനങ്ങളുള്ള ഇഷാത്ത് ഇസ്ലാം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം. അതിൻ്റെ ചെയർമാനാണ് ബഹുമാനായ ഉസ്മാൻ സാഹിബ്. ഇതിൻ്റെയൊക്കെ രക്ഷാധികാരി എന്നുള്ളത് ഞാൻ എല്ലാവരും കറിവിലേക്ക് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ആലത്തൂർ ഏരിയയാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന ഒരു കുടക്കീഴിലാണ് ഈ ഇഷാത്ത് ഇസ്ലാമും ഈ കൃപയും ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രക്ഷാധികാരിയാണ് ആലത്തൂർ ഏരിയയിലെ ബഹുമാനനായ അബ്ദുൽ ഗഫൂർ മൗലവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ രക്ഷാധികാരി. അതിൻ്റെ വനിതാ വിഭാഗം രക്ഷാധികാരിയാണ് സെൽമ ടീച്ചർ. ആ വനിതകളാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ നേർക്ക് നേരെയുള്ള അതിൻ്റെ സംവിധാനത്തോടുകൂടി അതിൻ്റെ കീഴിൽ നിൽക്കുന്ന പീപ്പിൾ ഫൗണ്ടേഷൻ, ബൈത്ത് സക്കാത്ത്, ഇൻഫാക്ക്, ഇതിൻ്റെ എല്ലാം തന്നെ കീഴിലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടി നമ്മുടെ MLA നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ സൂചിപ്പിച്ചു, DSP സാറും ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് വേണ്ടി എവിടെ പോയാലും ഇപ്പൊ DSP സാറിന് നമുക്ക് കിട്ടൂല്ലോ നമുക്ക് സംശയമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ പുളക്കൽക്കാട് സലീം സാഹിബ് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്നത്. പുതിയ ആളാണ്, നമുക്കും പരിചയമില്ല. പഴയ ആളിനൊക്കെ നമുക്കും പരിചയമുണ്ട്, അദ്ദേഹത്തിനും പരിചയമില്ല. പുതിയ ആളിനെ എങ്ങനെ കിട്ടും? അപ്പോഴെ സലീം സാഹിബിന്റെ വീട്ടിൽ ഞങ്ങൾ കാണാൻ പോയിരുന്നു. ഈ ധനശേഖരണാർത്ഥം തന്നെയാണ്. അദ്ദേഹം നല്ല പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്, ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചതും. എന്തായാലും ആ സാറിനെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം വളരെയധികം മുൻകൈ എടുത്തു. പ്രത്യേകം അദ്ദേഹത്തെ ഓർക്കുകയും. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടി, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും നമ്മുടെ ബഹുമാനായ നമ്മുടെ ഷെഫ്, ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈ ബിരിയാണി ഇത്രയും കൂടുതൽ വരാൻ കാരണം അൻവറാണ്. അൻവറിന്റെ ആ കൈപുണ്യം, അല്ലെങ്കിൽ പാലക്കാടുകാർക്ക് അൻവറിന്റെ രുചി അറിയാം. തലശ്ശേരി ബിരിയാണി ആയാലും കുമ്പളങ്ങ അലുവ ആയാലും രാവത്തൂർ ബിരിയാണി ആയാലും അതൊരു ഹൈലൈറ്റാണ്. അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുന്നതൊക്കെ നമ്മുടെ MLA ആണ്, പ്രോഗ്രാം ഉദ്ഘാടന MLA ആണ്. ആദ്യ വിൽപ്പന ആദ്യമായി ഈ ബിരിയാണി പൊതി കൊടുത്തുകൊണ്ട് വിൽപ്പന നടത്തുന്നത്, അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ DSP സാറാണ്. അദ്ദേഹത്തിന് അത് നൽകുന്നത് നമ്മുടെ സലീം പുളക്കൽക്കാട് അവർക്കാണ് അത് സ്വീകരിക്കുന്നത്. നമുക്ക് ഒരുപാട് സഹായങ്ങൾ കൃപയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയും വളരെയധികം സംഭാവനകളും സേവനങ്ങളും ഒക്കെ സഹായിച്ച വ്യക്തിത്വമാണ് സലീം പുളക്കൽക്കാട്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. DSP സാറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെയുള്ള ആളാണ് വാർഡ് മെമ്പർ സതീഷേട്ടൻ. എല്ലാ സമയത്തും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും അദ്ദേഹം നമുക്ക് ഫുൾ, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ തന്നെ കുറേ ഓർഡർ നമുക്ക് പിടിച്ചു തന്നിട്ടുണ്ട് ബിരിയാണിയുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃപയുടെ ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായി വളരെ വ്യക്തമായി ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം ഗവൺമെന്റ് പ്രകാരമുള്ള എല്ലാ നിയമവിധേയമായ കണക്കുകളും അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നേതൃത്വം നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ അതിൻ്റെ ഒരു ഫണ്ട് ഫ്ലോയില് കൃത്യമായി കാൽക്കുലേഷൻ ചെയ്യുന്ന നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹൈദർ സാഹിബിനെയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൃപയുടെ തുടക്കക്കാരെ കത്തുമായി സഹായിച്ചുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ സഹായിച്ച നമ്മുടെ അബ്ദുറഹ്മാൻ ഹസൻ സാഹിബിന് ഒരു സംഗതി കൂടി വിട്ടുപോയി. നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഹനം ഒരെണ്ണം കൂടി വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വാഹനം, രണ്ടാമത്തെ വാഹനം നമുക്ക് ലഭ്യമായത് ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് ചേപ്പണ്ണൻ എന്ന് പറയുന്ന എൻ്റെ വാപ്പാന ജ്യേഷ്ഠൻ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം മകൻ അൻവറുദ്ദീൻ ആ വാഹനം നമുക്ക് നൽകിയ 5.5 ലക്ഷത്തോളം രൂപ വരും. അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലം സംവിധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ
വാനൂർ ഭാഗത്ത് നല്ല ഹൈവേയോട് ചേർന്നിട്ട് തന്നെ 22 സ്ഥലം, ലക്ഷക്കണക്കിന് രൂപ വരുന്ന 22 സ്ഥലം 2 സഹോദരന്മാർ, നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സാഹിബിന്റെ മക്കളെ തന്നെയാണ് ഉമർ ഫാറൂഖ് സാഹിബും അതുപോലെ തന്നെ അൻവർ സാഹിബും. ഈ രണ്ടുപേരും കൂടി നമുക്ക് ആ സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫിസിയോതെറാപ്പിയും നമ്മുടെ സംവിധാനങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ ധാരാളം രൂപയ്ക്ക് വേണ്ടി പിന്നെ സംവിധാനിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന് വേണ്ടി ഒരു 3.5 ലക്ഷം രൂപയോളം ആദ്യം തുടക്കത്തിൽ ചെലവുണ്ടായിരുന്നു അതിൻ്റെ മിഷൻസിനൊക്കെ വേണ്ടി. അതിനുവേണ്ടി നമ്മളോട് കാര്യമായി സഹായിച്ച നമ്മുടെ ഉസ്മാൻ സാഹിബിന്റെ ഭാര്യ മരണപ്പെട്ടു, നൂർജാൻ ദാത്ത, അവരാണ് ഇതിനു വേണ്ടി അവരുടെ ഉപയോഗിച്ചിരുന്ന സ്വർണം മുഴുവൻ, അത് അങ്ങനെ എത്ര മക്കൾ നോക്കിയില്ല, മുഴുവൻ നമ്മൾ ഏൽപ്പിക്കുകയും ചെയ്തത്. വലിയൊരു സ്വർണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക്, എന്തായാലും അവർക്കൊക്കെ ജീവിച്ചുൾപ്പുള്ളവർക്ക് പടച്ചെറുപ്പ് ജഗദീശ്വരൻ ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കുന്നതോടൊപ്പം മരണപ്പെട്ടു പോയ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പടച്ചെറുപ്പ് പരലോകത്ത് ആത്മം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ നമ്മുടെ ഖത്തീബിലൂടെ ഒരുപാട് ഈ വർഷം പുതിയ ചാർജ് എടുത്തതാണ് സൈനുദ്ദീൻ സാഹിബ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പലിശ രഹിത അയൽക്കൂട്ടായ്മ, പലിശക്കളിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ 1 ലക്ഷം രൂപ വരെ ഒരു പലിശയില്ലാണ്ട് 12 മാസത്തിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ലീഡർഷിപ്പ് പ്രസിഡന്റാണ് ഷക്കീർ ഹുസൈൻ സാഹിബ്. അതിന്റെ മെമ്പർ കൂടിയാണ് സഹോദരൻ ജംഷീർ. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അബുദാബിയിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന AMJ-യുടെ ഖത്തറിലെ അനസ് മൊയ്തുപ്പ അല്ലേ, അതുപോലെ തന്നെ നമ്മുടെ വക്കീല് ഷാജുദ്ദീൻ പെട്ടെന്ന് മറന്നുപോകണം. അവരൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ 2 ദിവസമായിട്ട് വന്നിട്ടുള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ടാണ് പേരൊക്കെ മറന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമന്വയ ക്ലബിന്റെ ജസീമൻ, വെങ്ങന്നൂർ വെൽഫെയർ സൊസൈറ്റിയുടെ സെക്രട്ടറി ഉസ്മാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൃപയ്ക്ക് എപ്പോഴും താൻ തടങ്ങുമായി നിൽക്കുന്ന നമ്മുടെ സഹപ്രവർത്തകൻ സലീം പുളക്കൽക്കാട്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അഫ്സൽ സാർ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കൈപുണ്യം എന്താണെന്നറിയില്ല, മടക്കിയ പല കേസും പല ഇവിടെയും പോയിട്ടാണ്, പല ഫിസിയോതെറാപ്പി സെന്ററിലും പോയിട്ടാണ് അദ്ദേഹത്തിന്റെ അവസാനം എത്തുക. നമുക്ക് തുടങ്ങാൻ തന്നെ കാരണം ഒരു പേഷ്യന്റ് വീണ് പോയി കഴിഞ്ഞാൽ ചികിത്സയെക്കാളൊപ്പം തന്നെ ഇത് 1-ാം തീയതി ആരംഭിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ വെൽഫെയർ സൊസൈറ്റിയുടെ ബഹുമാനായ സെക്രട്ടറി, ജമാഅത്ത് ഇസ്ലാമി TB ഹൽക്കയുടെ സെക്രട്ടറി പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ കൃപയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ നമ്മുടെ ബാബുക്ക, എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എൻ്റെ ഇവിടെ കൂടിയ, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും കൃപയുടെ ട്രഷററാണ് ഫൗലാദ്. ആളുകളെ കാന്നിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഫണ്ടൊക്കെ വെക്കുന്നത് ഫൗലാദക്കാരുടെ അടുത്താണ്. അപ്പൊ ഫൗലാദക്കാരുടെ അടുത്തുള്ള ഫണ്ടൊക്കെ അദ്ദേഹത്തെയും അതുപോലെ ഇവിടെ ഒത്തുകൂടിയ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏരിയ വനിത പുരുഷ അതുപോലെ തന്നെ SIO സോളിഡാരിറ്റി ടീം ഇന്ത്യ മലർവാടി, ഈ സംവിധാനങ്ങളൊക്കെ ഇതിനോടൊപ്പം വരുന്നതാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് ഈ പരിപാടിയിലെ സമാധാനിയായ അധ്യക്ഷൻ കൃപയുടെ പ്രസിഡന്റ് ശ്രീ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ വർഷിക്കുമാറാവട്ടെ. സാമാന്യ ദീർഘമായി തന്നെ കൃപയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തന മേഖലകളെ കുറിച്ചും ജനറൽ സെക്രട്ടറി അസറുദ്ദീൻ ബഷീറിലൂടെ വിവരിക്കുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. ഈ തിരക്കിനിടയിൽ സൊസൈറ്റിയുടെ ആദ്യ ഒരു പൊതുപരിപാടിയാണ് അടുത്തൊരു. അതോടൊപ്പം തന്നെ പുതിയതായി ചാർജ് എടുത്ത DYSP സാറിനും ഞങ്ങളെ പരിചയപ്പെടാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്യാനും ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ദീർഘമായൊന്നും പറയാനില്ല. MLA സാറിനുള്ള ഒരു ചെറിയൊരു അഭ്യർത്ഥന മാത്രമാണ്. നമ്മൾക്ക് 2 വണ്ടികളുണ്ട് രോഗികളെ കൊണ്ടുപോകാനോ കൊണ്ടുവരാനായിട്ട്. പക്ഷെ കിടത്തി കൊണ്ടുപോകാനോ പറ്റുന്നതായ ഒരു ആംബുലൻസ് സംവിധാനമില്ല. MLA ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും കൂടി സാധിച്ചേക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത്രയും രോഗികളുടെ, ചിലപ്പോൾ നമ്മുടെ രോഗികളുടെ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കോയമ്പത്തൂരോ മറ്റുള്ളവരൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് ആ സൗകര്യമുള്ള വിത്ത് ഓക്സിജൻ സിലിണ്ടറുള്ള ഒരു ആംബുലൻസ് സിസ്റ്റം നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പല പ്രാവശ്യങ്ങളിലും മുൻപുണ്ടായിരുന്ന പലവരോടും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും സാധിച്ചു തരാൻ പറ്റിയിട്ടില്ല.
ദൈനംദിന കാര്യങ്ങൾ ഇങ്ങനെ പലരുടെയും സഹായം കൊണ്ട് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഒരു മാസത്തിൽ വരുന്നുണ്ടെങ്കിലും ഒരു അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന രൂപത്തിൽ ഒരു 10-15 ലക്ഷം രൂപ വരുന്ന ഒരു ആംബുലൻസ് ഞങ്ങൾക്ക് കിട്ടിയാൽ കൂടുതൽ അത് ദീർഘകാലത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കെല്ലാം ദൈവം അതിനുള്ള അനുഗ്രഹം ചെയ്യും. അതിന് MLA സാറ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഈ പരിപാടിയുടെ 5 വർഷമായി ആലത്തൂരിന്റെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സംവിധാനം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന ബിരിയാണി ചാനലിന്റെ 2026 ഉദ്ഘാടനം ആദരണീയനായ ഈ നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയനായ MLA TM ശശി സാറിന്റെ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായി സാധാരണ ഏറെ ബഹുമാന്യനായ ഈ ബിരിയാണി ചാലഞ്ചിന്റെ അധ്യക്ഷൻ, പ്രവീണ പ്രസിഡന്റ്, അതുപോലെ വേദിയിലുള്ള ആദ്യ വിൽപ്പന നടത്താനെത്തിയ ബഹുമാന്യനായ DYSP മെമ്പർ സതീഷ് ഉൾപ്പെടെ കൃപയുടെ ഏറെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, നേരിട്ട് അടുപ്പുള്ള ഹുസൈനികൾ ഉൾപ്പെടെയുള്ള എൻ്റെ ഏറെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, കൃപയുടെ ഭാരവാഹികളെ, ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറെ ബഹുമാന്യത അറിയിക്കുന്ന ഇതിന്റെ വോളണ്ടിയേഴ്സ്, അത്യാവശ്യം നന്നായി സ്വാഗത പ്രസംഗം ദീർഘിപ്പിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയത്. കാരണം കൃപ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ ആ സ്വാഗത പ്രസംഗം ഗുണം ചെയ്തു എന്ന പക്ഷക്കാരനാണ്. ഞാനത് വീക്ഷിക്കാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-12 കൊല്ലത്തിനിടയിൽ എങ്ങനെ ആരംഭിക്കണമെന്ന് വളരെ ഗൗരവമായി ആലോചിച്ച് ഒരു 6-7 കൊല്ലം ഇങ്ങനെ ഒരു സംവിധാനം പോലെയല്ല മറ്റു പല സംവിധാനങ്ങൾ. ഇങ്ങനെ ഒരു സംവിധാനം എന്ന് പറയാൻ കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് അദ്ദേഹം പറയുമ്പോഴും എനിക്കിതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി പലിറ്റു പ്രവർത്തനം നടത്തുന്ന ജില്ല എന്നത് മലപ്പുറം. അതെന്തുകൊണ്ടായിരിക്കും മലപ്പുറം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ആത്മീയതയുടെ മതപരമായ ഒരു തലം കൂടിയുണ്ട്. ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ നേരത്തെ എനിക്കുണ്ടായ വളരെ വേദനിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. വളരെ വേദനിക്കുന്ന അനുഭവമാണ്. പക്ഷെ ഞാൻ രാജ്യത്തിന്റെ പൊതുസ്ഥിതി പറയുന്നതിന് വേണ്ടി ജുമാ മസ്ജിദിൽ പോയപ്പോൾ എന്റെ അനുഭവം ഞാൻ പറയാറുണ്ട്. ഡൽഹിയിലെ വളരെ പ്രശസ്തമായ പുരാതനമായ വലിയ ജുമാ മസ്ജിദിന്റെ സൈഡിൽ കരിക്കോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഡൽഹിയിൽ പോയവർക്ക് അറിയാം. കരിക്കോട്ടലിന്റെ പ്രത്യേകത അറിയാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ കരിക്കോട്ടിലേക്ക് പോകുന്ന ഒരു വലിയ ഇടവഴിയാണ്. ആ ഇടവഴിയിൽ 2 സൈഡിലുമായി ധാരാളം ചെറിയ കടകളുണ്ടാവും. ധാരാളം ചെറിയ കടകൾ, എല്ലാം ഭക്ഷണം കൊടുക്കുന്ന കടകളാണ്. പക്ഷെ വേദനിപ്പിച്ച സംഭവം, ആ വൈകുന്നേരം 7-7:30 മണിയോടുകൂടി കരിക്കോട്ടിൽ ഭക്ഷണം കഴിക്കാനൊരു ആ ജുമാ മസ്ജിദിന്റെ കവാടം കഴിഞ്ഞ് വലതുവശത്തേക്ക് തിരിയുമ്പോൾ അവിടെ എത്തുന്ന അത്രയും ദൂരമുള്ള റോഡിന്റെ ഇരുവശമുള്ള കടകളിൽ ഓരോ കടയ്ക്ക് മുമ്പിലും ഒരു 50 ചുരുക്കം ഓരോ കടയിൽ ഒരു 300ഓളം കടകളുണ്ടാവും. ഭക്ഷണ കടകൾ. ഇവിടെ സ്ട്രീറ്റിന്റെ പ്രത്യേകതകളുണ്ട്. ഭക്ഷണ കടയാണെങ്കിൽ ഭക്ഷണം മാത്രമാണ്, ചെരുപ്പ് കടയാണെങ്കിൽ ചെരുപ്പ് മാത്രമാണ്. എല്ലാ ഭക്ഷണ കടകളിലും 50ഓളം വരുന്ന ആളുകൾ 2 സൈഡിലുമായി. ഞാൻ ഇന്നും അതിനെ അന്ന് പ്രസംഗങ്ങൾ വിശേഷിച്ചത് താറാക്കോഴി ഇങ്ങനെ ഇരിക്കുന്ന പോലെ പറഞ്ഞു. ഇവര് വൈകുന്നേരം സക്കാത്ത് കൊടുക്കുമല്ലോ. നമ്മളിപ്പോ ഇവിടെ നമ്മുടെ നാട്ടുപുറങ്ങൾ പ്രത്യേകത സക്കാത്ത് കൊടുക്കൽ പറഞ്ഞ പോലെ ആ മാസങ്ങളിൽ മാത്രമാണ്. പക്ഷെ ചില കടകളിൽ ഞാൻ അവിടെ നിന്ന് കണ്ടിരിക്കും. ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയുമായിരിക്കും. എല്ലാ ദിവസവും കൊടുക്കുന്ന വരുമാനത്തിന്റെ ആ സക്കാത്ത് കഴിക്കുന്നതിന് വേണ്ടി ആ 100 കണക്കിന് ആളുകൾ ആ ഡൽഹിയിലെ ആ തെരുവിൽ നിൽക്കുന്നതാണ് നമ്മുടെ തലസ്ഥാനത്തിന്റെ സാധാരണ മനുഷ്യന്റെ ഗതികേട് എന്ന് പറയാൻ ഞാൻ ഒരുപാട് പ്രസംഗം സാധ്യത. ആ കടകൾ മുഴുവൻ ഇസ്ലാം വിശ്വാസികളെയാണ്. ഇല്ല കരിക്കോട്ടലിന്റെ പ്രത്യേകത അതൊരു ആ മതപരമായ പ്രശ്നം അറിയാം. ഇല്ല, ഇത് പിന്നീട് പറയാൻ കാരണം മതപരമായ
ഈ ആത്മീയതയും അതുപോലെ ഒക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നിശ്ചിത സംഖ്യ ഞാൻ ഈ നാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന ബോധം എല്ലാത്തിനും ശരിയും തെറ്റുകൊണ്ട് വിശ്വസിക്കുന്നു. എല്ലാത്തിനും ശരിയും തെറ്റും. അത് മതത്തിലുണ്ടാവട്ടെ, രാഷ്ട്രീയം, എല്ലാത്തിലും ശരി തെറ്റില്ലാത്തൊരു സംവിധാനം നാട്ടിലില്ല. അത് തെറ്റായി വ്യാഖ്യാനിച്ചു പോകുന്ന പല പ്രശ്നങ്ങളുണ്ട്. ശരിയും തെറ്റുമുണ്ട്, എല്ലാത്തിലും നന്മയും തിന്മയും ഉണ്ട് വിശ്വസിക്കുന്നത്. ആ മേഖലയിൽ ഏറ്റവും നന്നായി സാധാരണ മനുഷ്യന് തന്റെ വരുമാനത്തിന്റെ നിശ്ചിതമായി കൊടുക്കണമെന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആത്മീയതയെ കൂടി ചേർത്ത് നിൽക്കുന്ന ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് അത്തരം ഒരു മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിന് ആ വിഭാഗത്തിന് ഏറ്റവും സ്വാധീനമുള്ളിടത്താണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പാലിറ്റി പ്രവർത്തനം നടത്തുന്നത് കൂടിയാണ് ഞാൻ അതിനെ കണക്ട് ചെയ്താൽ കാരണം. നിങ്ങൾ നോക്കുന്നത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലാണ്. വേറെ എവിടെയെങ്കിലും ഇതിന് കിട്ടുമോ? അതിൽ കിട്ടുന്ന ഫണ്ടുകളുടെ വരവ് നോക്കിയിട്ടുണ്ടോ? അത് മുഴുവൻ ഈ വിഭാഗത്തിലാണ്. കാരണം തന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് കൊടുക്കണമെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന അതാണ് പറഞ്ഞത്, ഈ സാധന കൃപ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനം ലീഡർഷിപ്പ് അവരാണെന്നുള്ളത് തന്നെയാണ്. ആ ലീഡർഷിപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ലീഡർഷിപ്പും അതിന് ഇങ്ങനെയുള്ള പൊതുവായ നല്ല മനുഷ്യരുള്ള ഈ പ്രദേശത്ത് അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കൃപ പോലെ ഉത്തരവാദപ്പെട്ടൊരു സംഘടന കൂടി ഉണ്ടാവുമ്പോൾ ഒരു സംശയം വേണ്ട, ഏറ്റവും നല്ല പാലിയേറ്റീവ് പ്രവർത്തനമായി ഇത് 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എത്തി ഓരോ വർഷം കഴിയുന്നതോറും മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പൂർണ്ണ സന്തോഷമൊക്കെ കരുതുന്നുണ്ട്. എന്നാൽ ഇതുപോലെയല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം രാഷ്ട്രീയമായി നിൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ വീടുകളിൽ പ്രവർത്തനം നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുമല്ലോ. നമ്മൾ വീടുകളിൽ പോകുമ്പോൾ വടക്കഞ്ചേരി മേഖലയിൽ 5 പഞ്ചായത്തിലാണ് സംഘടനാപരമായ അവസാനത്തെ രാഷ്ട്രീയ ചുമതല ഉണ്ടായിരുന്നു. നമുക്ക് സഹായിക്കാൻ കഴിയുന്നില്ല, എങ്ങനെ ചെയ്യണം? അപ്പോഴാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. വലിയ പ്രവർത്തനം നമ്മൾ വീടുകളിൽ പോകുമ്പോൾ സങ്കടം പറയുമ്പോൾ ആ സങ്കടം കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നൊരു വേദനയുണ്ടല്ലോ. ആ വേദനയിൽ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവിടെയും തുറന്നു. EMSന്റെ പേരിലാണ് അവിടെ തുടങ്ങിയത് വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 2 വാഹനവും ഒരു ഡോക്ടറും 2 നഴ്സുമാരൊക്കെ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കും. കഷ്ടപ്പാട് നീ പറഞ്ഞ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. അതുപോലെ മുന്നോട്ട് കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ കടുത്ത പിന്തുണയും ആ വിഭാഗത്തിന്റെ കടുത്ത പിന്തുണ ഉണ്ടായിട്ട് പോലും പ്രതിസന്ധിയാണെങ്കിൽ അതൊന്നുമില്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബറൊക്കെ ഉണ്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിസന്ധി അറിയാലോ. ആ പ്രതിസന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ വളരെ സന്തോഷം. ഏറ്റവും നന്നായി ഞാനിത് തോന്നിയത് വെച്ചാൽ ഇതിന്റെ കൃപ എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടങ്ങളിൽ ഒരു 5-6 വട്ടം ബിരിയാണി ചാലഞ്ച് വിവിധ വിഷയങ്ങൾ കൊണ്ട് നടത്താൻ നേതൃത്വം കൊടുത്തിട്ടാണെന്ന് അല്ലെങ്കിൽ എല്ലാ സാധനവും ചിക്കന്റെ കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞില്ല. എനിക്കുള്ള അതിനും പറ്റും. 5, 6, 7 ടോട്ടൽ ഒരു മകനായിരുന്നു ഞാൻ. ഈ ബിരിയാണി ചാലഞ്ച് നടക്കുന്ന ഒരു കാലത്ത് വരുമ്പോൾ ആദ്യം നമുക്ക് ഇത്തരം അരി പച്ചക്കറി സാധനങ്ങൾ വെപ്പുകാരൊക്കെ നടത്തിയായിരിക്കില്ല. ചിക്കൻ സ്പോൺസറായി വരാതിരുന്ന ലാഭത്തിന്റെ മഹാപുരുഷം പോകും. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, ഒരാളെ കൊണ്ട് മാത്രം ചിക്കൻ പഠിപ്പിക്കണ്ട. ഏറ്റവും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന സാഹചര്യം ബോധ്യപ്പെടുത്തി കേൾക്കുന്ന 5 or 6 പ്രധാനികളെ കണ്ട് ചിക്കൻ കൂടി സ്പോൺസർ ചെയ്യും. അതോടുകൂടി എന്തായി? പൂർണ്ണമായി സൗജന്യം. അപ്പൊ അതിൽ കിട്ടുന്ന മുഴുവൻ തുകയും അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് കൃപയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്താ വെച്ചാൽ പൂർണ്ണമായും ചിക്കനും അതുപോലെ സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ആ നിലയിൽ തന്നെ എടുക്കണം. ഈ പ്രവർത്തനത്തെ ഈ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ദീർഘമായി പ്രസംഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് വേറെ സന്തോഷം ഈ പ്രവർത്തനം ഏറ്റവും നന്നായി പോകണം. അവിടെ ഒരു വ്യത്യാസവുമില്ലാതെ ഏറ്റവും നന്നായി ചെയ്യാൻ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രതിസന്ധി, ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സംവിധാനം കൊടുക്കുന്നവർക്ക് MLA ഫണ്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. മറ്റു വിഷയങ്ങൾ പോലെ പരിമിതികൾ ഒരുപാടുള്ള സംവിധാനങ്ങൾ. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കും, സ്പോൺസർമാരെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ എൻ്റെ അടുത്തും പലരും പറയുമല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ CSR ഫണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും വെക്കുന്ന എന്റെ ശ്രദ്ധയിലുള്ള പ്രഥമ പാലിയേറ്റീവ് സംഘടനയായി ഞാൻ തീർച്ചയായും വയ്ക്കും. ഉറപ്പായും ആര് പറയുമ്പോൾ ഇതുകൂടി എന്റെ CSR ഫണ്ട് ആര് ചോദിച്ചാലും പറഞ്ഞാലും ഞാൻ പറയും. ഒരു പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറയുന്ന ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും CSR ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ട് ഈ കാര്യത്തിൽ കൊടുക്കണമെന്ന് പറയാനുള്ളത് തീർച്ചയായും ചെയ്യും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കൃപയ്ക്ക്, അതിന്റെ ഭാരവാഹികൾക്ക്, അതിനൊപ്പം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരികൾക്ക് ഒരു ഇന്നത്തെ കാലത്ത് ഏറെ 1 ലക്ഷം രൂപയോളം എന്നൊക്കെ പറഞ്ഞു. ആ 1 ലക്ഷം രൂപയോളം
വരുമാനം കിട്ടുന്ന ആ വരുമാനം ഉപേക്ഷിച്ച് കൃപയുടെ പ്രവർത്തനത്തിന് ഫണ്ട് റൈസിംഗിന് വേണ്ടി പൂർണ്ണമായി നിൽക്കുന്ന അതിന്റെ വെപ്പിന് അതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികൾക്ക് എല്ലാം പൂർണ്ണമായി അഭിനന്ദനം അർപ്പിക്കുന്നു. ഏറ്റവും നന്ദി. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിൽ എല്ലാ സംവിധാനങ്ങളും കേരള രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തിക ശേഷി ജീവ നിലവാരം ഉയർന്ന സംസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും ഒരു സംവിധാനമുണ്ട്. ഇതാരെങ്കിലും ഒരാൾ കോർഡിനേറ്റ് ചെയ്യും, ആ കോർഡിനേഷനാണ് കൃപയുടെ പ്രത്യേകത. നിങ്ങൾ നന്നായി പോകുന്നു. ചില വ്യക്തികൾ പോലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്, ചില വ്യക്തികൾ പോലും എവിടെയെങ്കിലും ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞ് ആളുകൾ പോകുമ്പോൾ അതിന് ഗുണവും ദോഷമുണ്ട്. ഞാൻ ഗുണത്തിൽ ദോഷം പോകേണ്ട വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്ക് 50 ലക്ഷം ആവശ്യമാണെങ്കിൽ 1 കോടി വരുന്നുണ്ട്, 25 ലക്ഷമാണെങ്കിൽ 50 ലക്ഷം വരുന്നുണ്ട്. അപ്പൊ ആളുകളിലുണ്ട്. അപ്പൊ പൂർണ്ണമായും കൃപയെ പോലെ വിശ്വാസമായ ഒരു വ്യക്തി താല്പര്യം നിങ്ങളുടെ വർത്തമാനത്തിലും ഇടപെടലിലും നിങ്ങളുടെ സംവിധാനത്തിലും ഇല്ല. വ്യക്തി താല്പര്യം ഉള്ളത് മുഴുവൻ ഇന്നാട്ടിൽ അശരണരായ, നോക്കാൻ കഴിയാത്ത, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സഹായിക്കുക എന്ന ഏറ്റവും മാനുഷികമായ മൂല്യം ഉയർത്തിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരിക പേരിൽ മാത്രം ഈ പരിപാടി ഉപകാരിക്കുന്ന അവസരത്തിൽ ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച MLA സാറിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതെ സർ, ആത്മീയത ജനനങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരു സന്ദേശത്തിന്റെ വാഹകരായതുകൊണ്ട് ഞങ്ങൾക്ക് നിഷ്കാമകർമ്മികളായ ആളുകൾ ഈ പരിപാടിയോട് സഹകരിക്കുകയാണ്. ആലത്തൂർ മൊത്തമാളുകൾ 16 വർഷമായി ജനസേവന ആരോഗ്യ രംഗത്തുള്ള കൃപയ്ക്ക് നിങ്ങൾ നൽകിയ വാഗ്ദാനം തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സംരംഭത്തിന് നിങ്ങൾ നൽകുന്ന നൂറുകണക്കിന് രോഗികൾക്ക് നിങ്ങൾ നൽകുന്ന ആംബുലൻസ് സേവനം ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഔപചാരികമായി അതിനുവേണ്ടിയുള്ള അപേക്ഷ വേണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വന്ന് നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതെ, ഇനി ഞങ്ങൾ ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ മുഖ്യ ഷെഫ് ശ്രീ അൻവർ സാദത്തിനുള്ള പൊന്നടയണിച്ചുകൊണ്ട് MLA സാർ അദ്ദേഹത്തെ ആദരിക്കുന്നു. രണ്ടുകൂട്ടരെയും അറിയിക്കാൻ MLA-യും ഏറ്റുവാങ്ങാൻ അൻവർ സാദരിക്കുകയും സാദരം ക്ഷണിക്കുന്നു. ഒരു നല്ല കൈ കൊടുക്കാം നമ്മുടെ അൻവർ സാദത്തിന്, അദ്ദേഹത്തിന്റെ ടീമിന്. താങ്ക് യു. ഇനി ആദ്യ വിൽപ്പനയുടെ സമയമാണ്. അതെ, ഇന്നലെ മുതൽ ഇതിനു വേണ്ടിയുള്ള അഹോരാത്ര പാടുപാടിൽ 5000-ഓളം കിറ്റുകളുടെ ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം നടക്കുന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ ആദരണീയനായ പുതിയ DSPയെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് അല്പനേരം സംസാരിക്കാൻ വേണ്ടി സാദരം ക്ഷണിക്കട്ടെ. നമസ്കാരം. ബഹുമാനപ്പെട്ട MLA, അതോടൊപ്പം തന്നെ കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികൾ, ഇവിടെ കൂടിയിട്ടുള്ള സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ബുധനാഴ്ചയാണ് ആലത്തൂർ വന്ന് DSP ആയിട്ട് ജോലി ചെയ്യുന്നത്. ആലത്തൂരുമായിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2004 ഞാൻ ആദ്യമായിട്ട് സർവീസിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തത് ആലത്തൂരാണ്. അതിനുശേഷം 22 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. പാലക്കാട് 8 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ആലത്തൂർ കഴിഞ്ഞതിന് ശേഷം കൊല്ലംകോട് ഉണ്ടായിരുന്നു, ഷൊർണൂർ ഒറ്റപ്പാലം ഇൻസ്പെക്ടറായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടറായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം, പാലക്കാട് ഉള്ള ജനങ്ങൾ അവിടെ ഞാൻ മറ്റ് സ്ഥലങ്ങളൊന്നും ജോലി ചെയ്തു, ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ പാലക്കാട് ഒരു കാര്യം മനസ്സിലായെന്ന് ആൾക്കാരെ സഹായിക്കാനായിട്ട് അവർക്കുള്ള ഒരു മനസ്സ്, അതായത് ഏത് സാഹചര്യം വന്നാലും അവരുടെ ആ വ്യക്തിയുടെ സൗകര്യങ്ങളെല്ലാം നോക്കുക, അന്നേരം സഹായത്തിന് വേണ്ടി അവരെന്ത് ബുദ്ധിമുട്ടും സഹിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം, കഴിഞ്ഞ 2 ദിവസം 2 വിഷയങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കിഴക്കഞ്ചേരിയിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു സൗകര്യ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ വന്ന് സഹായിച്ച ആൾക്കാർ അവരെന്ത് സാഹസികതയോടെയാണ് അവരെ രക്ഷപ്പെടുത്താനും വേണ്ട സഹായത്തിന് വേണ്ടി ഇരിക്കുന്നത്. അവരുടെ ജീവനെക്കുറിച്ച് അവർ ആലോചിക്കില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ അറിയാം നെന്മാറ ബസ് അപകടമുണ്ടായി. അവിടെ തനിച്ചു കൂടിയ ആൾക്കാരെ സഹായിക്കാനായിട്ട് അവരുടെ
സുരക്ഷയെക്കുറിച്ചൊന്നും നോക്കാതെ അവർ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സുഖമില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെഡിൽ ആയിട്ടുള്ള, അതായത് നടക്കാനും മറ്റു ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് ചികിത്സ കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവരെ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിൽ സഹായിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു വരുമാന മാർഗ്ഗങ്ങളെ ആശ്രയം ഉള്ള ആളായിരിക്കും സുഖമില്ലാതാവുക. അപ്പോൾ അദ്ദേഹത്തിന് മരുന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തെ കൂടെ സംരക്ഷിച്ച് കൃപ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ മനുഷ്യരുടെ ഒരുമിപ്പിനും എല്ലാ രീതിയിലുള്ള സൗകര്യവും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു മുന്നോട്ടുള്ള പ്രയാണം എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സ്വന്തമായ കൃപയുടെ പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കാരണം പറ്റാത്ത മനുഷ്യരെ പുറത്തെടുത്ത ശ്രീ DYSP നന്ദി സർ. നമ്മൾ ഇനി ഈ അന്ത്യവിൽപ്പന അത് നൽകുന്നത് DYSP സാറാണ്. ഏറ്റുവാങ്ങാൻ സലീം പുളക്കൽക്കാടിനെ ഏറ്റുവാങ്ങാനും അതുപോലെ തന്നെ ഏൽപ്പിക്കാൻ DYSP സാറിനെയും സ്റ്റേജിലേക്ക്. കൃപ പാലിയേറ്റീവ് നടത്തുന്ന ഈ സംരംഭം അത് എന്താണെന്ന് വിശദീകരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതറിയാം. ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് തനിക്ക് ലഭിച്ച ആരോഗ്യം, സമ്പത്ത്, ബുദ്ധി, മറ്റെല്ലാ കഴിവുകളും അത് തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏതാനും പ്രവർത്തകരാണ്. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. സാധാരണ പാലിയേറ്റീവ് പ്രവർത്തനം ആ രോഗിയുടെ രോഗചികിത്സ എന്നിവയിൽ ഒതുങ്ങുമ്പോൾ അവരുടെ മാനസികാരോഗ്യം, കുടുംബത്തിൻ്റെ സംരക്ഷണം, പെൻഷൻ, റേഷൻ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിൽ എന്നെല്ലാം ഈ കൃപാ പാലിയേറ്റീവ് അതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇത് തുടരണം. ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിന് അൻവർ ടീമിനെ ഞാൻ സാധാരണ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മെമ്മന്റോ കൈമാറാനായി ഞങ്ങളുടെ കൃപയുടെ ആദരവ് നൽകാനായിട്ട് അൻവർ സാദിഖിനെയും ടീമിനെയും ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. അത് ഏൽപ്പിക്കുന്നത് ശ്രീ ഉസ്മാൻ സാർ. പ്ലീസ് ടു ദ സ്റ്റേജ്. ഈ ടീമിനുള്ള ആദരം ഞങ്ങളുടെ ഹൃദയംഗമമായ ആദരം ഒന്ന് അടുത്തത്. താങ്ക് യു. ഓരോരുത്തർക്കുമുള്ള വ്യക്തിപരമായ വെൽഫെയർ സൊസൈറ്റി നൽകുന്ന ആദരം കൂടി ഞങ്ങളിവിടെ അർപ്പിക്കുകയാണ്. ആദ്യമായി ഷാജിക്ക് ഉസ്മാൻ സാർ കൊടുക്കും. ബഷീർ, ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി, താങ്ക് യു. ഇനി കൃത്യം 2 മിനിറ്റിന് താഴെ സമയമെടുത്തുകൊണ്ട് ഒരു 2-3 ആശംസ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ആദരണീയനായ അബ്ദുൽ ഗഫൂർ മൗലവിയെ സാദരം 2 മിനിറ്റിനുള്ള ആശംസകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഓർമ്മിക്കുന്നു. താങ്ക് യു. ആദരണീയനായ ആലത്തൂർ എംഎൽഎ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ആദരണീയരും പ്രിയങ്കരമായ സഹോദരങ്ങൾ,
വളരെ മഹത്തായ ഒരു ദൗത്യത്തിന് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നൂറുകണക്കിന് കിടപ്പിലായ രോഗികളുടെ അവരുടെ ചികിത്സയും അവരുടെ കുടുംബാംഗങ്ങളുടെ പരിചരണവും അടക്കം ഉള്ള വലിയ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ബിരിയാണി ചലഞ്ചിന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മനുഷ്യ ജീവിതം സാർത്ഥകമാകുന്നത് ഈ പാരസ്പര്യത്തിലൂടെയാണ്. പരസ്പരം ചേർന്ന് നിൽക്കാനും സമാശ്വാസം സൃഷ്ടിക്കാനും ഒക്കെ കഴിയുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. അവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം, അതിൻ്റെ മൂല്യം നമുക്ക് ബോധ്യം വരുന്നത്. വാർത്തകളൊക്കെ വളരെ മനോഹരമായി എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ചടങ്ങായി ഇത് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും പ്രൊഫസർ എല്ലാ കാര്യങ്ങളും ഈ പരിപാടിയെ ഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 18ാം വാർഡിലെ വികസന നായകൻ കെ സതീഷ് 2 മിനിറ്റ് സംസാരിക്കാം. പ്ലീസ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, അതിലുകൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ആള് നമ്മുടെ ആലത്തൂരിന്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശശികലൻ. ആ ശശികലന്റെ അനുഭവം തന്നെ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. തീർച്ചയായും കൃപയുടെ പ്രവർത്തനങ്ങൾക്ക് ശശികലന്റെ MLA എന്നുള്ള നിലയിൽ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഒപ്പം നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന നമ്മുടെ കൃപ പാലിയേറ്റീവ് തികച്ചും പാലക്കാട് ജില്ലയിലുള്ള ഈ സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം നല്ല വിജയകരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചു നിർത്തുന്നു. ഈ അടുത്ത് ഷാത്തുൽ ഇസ്ലാം മസ്ജിദിൽ ഖത്തീബായി ചാർജെടുത്ത ആദരണീയനായ സയ്യിദുൽ ഫലാഹി സർ അദ്ദേഹം ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മുടെ കവിയുടെ കുടുംബാംഗപ്പെട്ട നാരായണേട്ടൻ കണ്ടും കാണില്ല, ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരേ ആഗ്രഹമാണ് വരണ്ടെന്ന് പറഞ്ഞിട്ടും പരിപാടി കേൾക്കാൻ 2 കണ്ണും കാണില്ല. ഇവിടെ പെരുങ്കുളം ആ അമ്പലത്തിന് മുമ്പിലാണ് താമസം. 2 പേരോട് എത്തിയിട്ടുണ്ട്. 2 പേരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ചേച്ചി. അതുപോലെ തന്നെ ഞാൻ പറയാൻ സ്വാഗതം വിട്ടുപോയി 2-3 കൃതിയുടെ ജീവനക്കാർ എനിക്ക് മറക്കാൻ പാടില്ല. അവര് ഡ്രൈവർ ഷെഫീഖ്, അതുപോലെ തന്നെ നേഴ്സുമാരായ സീനിയർ നേഴ്സായ രമ്യ, റീത്ത, അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ് ഷഹീദ, സീനിയർ വളണ്ടിയർമാരായ നമ്മുടെ യൂസുഫ് സാഹിബ്, അതുപോലെ തന്നെ ഇപ്പോൾ അല്പം പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ വില്ലേജ് അധ്യാപകർക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാം. ഇനി ഒരു സംസാരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കാര്യത്തോട് ഒരു സംഗതി കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹം പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും ഒരു ആത്മീയ ഉള്ളടക്കമുണ്ടെന്ന്. ഈ വേദങ്ങളിൽ ദൈവത്തിന്റെ വിശേഷണങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അതിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം റഊഫാണ്, കൃപയുള്ളവനാണ്. ആ ദൈവത്തിന്റെ ഗുണങ്ങൾ അവന്റെ സൃഷ്ടികളിൽ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കൃപയുള്ളവൻ എന്ന വാക്കിനെ വിശേഷണത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി ആലത്തൂർ വെൽഫെയർ സൊസൈറ്റി ഏറ്റവും കൂടുതൽ തുക പിടിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്നത് 2000-ഓളം ആളുകൾക്ക് കിറ്റ് ഓഫർ ചെയ്ത ആ സൊസൈറ്റിയുടെ ആദരം അവരുടെ ഏതാനും യൂണിറ്റുകൾ മുമ്പേ നടന്ന് മുന്നിൽ നിന്ന് നയിച്ച യൂണിറ്റുകളെ ആദരിക്കുന്നു. യൂണിറ്റ് വ്യക്തികളെ 208 കിറ്റുകൾ ശേഖരിച്ച ലൈല ഉസ്മാൻ, നിസ യൂണിറ്റിലെ ലൈല ഉസ്മാൻ, അതിന് സമ്മാനം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി ഏരിയ വൈസ് പ്രസിഡന്റും വെൽഫെയർ സൊസൈറ്റി ആലത്തൂർ പ്രസിഡന്റുമായ MA സക്കീർ സാറാണ്. സക്കീർ സാർ നൽകുന്നു. ഏറ്റുവാങ്ങാനായി ലൈല ഉസ്മാനെ ക്ഷണിക്കുന്നു. നിസ യൂണിറ്റ് പ്രസിഡന്റാണ്. ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, നേരത്തെ ഉള്ളത്. രണ്ടാം സ്ഥാനം നേടിയ 150 ആളുകൾ വഴി ചേർത്ത് ഹബീബ ജാഫർ പള്ളിപ്പറമ്പ് യൂണിറ്റിനെ അത് നൽകുന്നത് ശ്രീ M ബഷീർ, സെക്രട്ടറി വെൽഫെയർ സൊസൈറ്റി ആലത്തൂർ. M ബഷീർ സ്റ്റേജിലേക്ക്. ഹബീബ ജാഫർ യൂണിറ്റിലുള്ള ആളുകൾ പോരാ.
മൂന്നാം സ്ഥാനം നേടിയ 113 യൂണിറ്റുകളായിട്ട് ഇതിനോട് ലഭിച്ച അനീഷ സ്വാതി അനീഷ് ടീമും ഏറ്റുവാങ്ങുന്നു. അത് നൽകുന്നത് ശ്രീ ജംഷീർ, വൈസ് പ്രസിഡന്റ് യുണൈറ്റഡ് ക്ലബ്ബ്. ജംഷീർ സാർ പ്ലീസ്. താങ്ക് യു. 50-ലധികം ആളുകളെ ചേർത്ത ഏതാനും ചില ആളുകൾക്ക് 4 ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനമാണ്. ഒന്ന് മലയമ്പറമ്പ് 2 യൂണിറ്റിലെ നൂർജഹാൻ, നൽകുന്നത് ശ്രീ ഉസ്മാൻ ബിന്യാമിൻ, വെൽഫെയർ സൊസൈറ്റി വെങ്ങന്നൂരിന്റെ സെക്രട്ടറി ഉസ്മാൻ ബിന്യാമിൻ നൽകുന്നു. നൂർജഹാൻ മലയമ്പറമ്പ് ഏറ്റുവാങ്ങുന്നു. ആരിഫ സൽമാൻ, സ്വാപനകര ആരിഫ സൽമാൻ, അഡ്വക്കേറ്റ് ഉസ്മാൻ ബിന്യാമിൻ പ്ലീസ്. ജമീല ജമാൽ, തസ്നീം യൂണിറ്റ് ജമീല ജമാൽ, അത് നൽകുന്നത് അഡ്വക്കേറ്റ് ഷാജുദ്ദീൻ, AMJ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജുദ്ദീൻ പ്ലീസ് ടു ദ സ്റ്റേജ്. ജമീല എന്ന് എഴുതിയിട്ടുണ്ടാവും. താങ്ക് യു. റമീല പണ്ടാരക്കാട്, പണ്ടാരക്കാട് യൂണിറ്റിലെ റമീല, അത് നൽകുന്നത് മാപ്പ് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ അനസ് പൊയ്തുബ. ഔപചാരിക നന്ദി പ്രകടനത്തിന് മുമ്പ് ഞങ്ങളുടെ പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഇതിനെ നേതൃത്വം നൽകുന്ന പീപ്പിൾസ് ഫൗണ്ടേഷന്റെ അവരുടെ ആനുവൽ റിപ്പോർട്ട് MLA-ക്ക് കൈമാറുകയാണ്. അത് നൽകുന്നത് അതിന്റേതായ ഏരിയ പ്രസിഡന്റ്, ഏരിയ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഗഫൂർ, കോർഡിനേറ്റർ അബ്ദുൽ മജീദ് വാസം, വൈസ് പ്രസിഡന്റ് സക്കീർ സാഹബ്, സെക്രട്ടറി ജംഷീർ സാഹബ്. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ പ്രാസംഗികത്തിന് അത്യാവശ്യം ദീർഘമായി നമ്മളെ വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ തുടർച്ചയായി നമ്മൾ ഇപ്പൊ നമുക്ക് നടത്താൻ കഴിയുന്നത് ഇവിടുത്തെ പൊതു ആളുകളുടെയും അതുപോലെ തന്നെ സജീവമായി ഈ ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നൊരു സന്തോഷമാണ് സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് 3000 അല്ലെങ്കിൽ അതിന് താഴെ പാക്കുകളാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയതെങ്കിൽ അപ്പൊ നമുക്ക് ഏതാണ്ട് 4500 പാക്കിംഗ് അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നൊരു സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ടാണ് നമ്മൾ ഓടി തുടങ്ങുന്നത്. കുറെ പ്രോഗ്രാമുകൾ കയറിയുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രചോദനം നൽകിയ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ആളുകളെയും പ്രത്യേക ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാനുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ വിട്ടുപോകുമോ എന്ന ഭയം കൊണ്ട് എടുത്തു പറയുന്നില്ല. എങ്കിലും പരിപാടിയുമായി ബന്ധപ്പെട്ട് കൺവീനർമാരായിക്കൊണ്ടും അതുപോലെ തന്നെ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ പരിപാടി ഇത്ര വിജയമാക്കാൻ വേണ്ടി പണിയെടുത്ത എല്ലാ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ എന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുത്ത ഈ കാര്യത്തിന് നന്ദി പറയുക എന്നതാണ്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച അസനാമി മാസ്റ്റർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച റഹ്മാൻ ഖൈദർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ MLA PM ശശി സാർ, അതുപോലെ തന്നെ ഇതിന്റെ വിതരണ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ DSP VS ദിൽരാജ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ആ വിതരണ ഉദ്ഘാടനം സ്വീകരിച്ച സലീം പോൾക്കൽക്കാട്, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദം ആദരവ് സ്വീകരിച്ച നമ്മുടെ ഷെഫുമാരായിട്ടുള്ള അൻവർ സാദിഖ്, അതുപോലെ ഷൗക്കത്ത് അലി, ഷാജി, മുഹമ്മദ് അലി ബഷീർ, അതുപോലെ ആദരവ് നൽകിയ ഉസ്മാൻ സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഗഫൂർ മൗലവി, സൈനുദ്ദീൻ ഫലാഹി,
അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ സതീശൻ, അതുപോലെ ആദരവ് സ്വീകരിച്ച വെൽഫെയർ സൊസൈറ്റിയുടെ യൂണിറ്റ് നേതാക്കൾ, അവർക്ക് ആദരവ് നൽകിയ സിക്യൂർ ഹുസൈൻ സാഹിബ്, എം ബഷീർ, കെ ജംഷീദ് സാഹിബ്, ഉസ്മാൻ ബിനിയാമി, ഷാജുദ്ദീൻ, അനസ് മൊയ്തുപ്പ, അതുപോലെ തന്നെ മുഹമ്മദ് ജസീം, അബ്ദുൽ മജീദ് മാസ്റ്റർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ആദ്യ അവസാനം വരെ അംഗം നിർവഹിച്ച അബ്ദുൽ റഹ്മാൻ ഹസന, എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു വാക്കുകൂടി പറയാണ്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചപ്പോൾ ഉറങ്ങാതെ നേരങ്ങളെത്തുന്ന പണിയെടുത്ത ചില ആളുകൾ പറഞ്ഞപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. അതാണ് മഷൂറാണ്. മഷൂർ രാവിലെ പറഞ്ഞിട്ടില്ല എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നതിനും ഈ പരിപാടിക്ക് വേണ്ടി ആഹ്വാനം പണിയെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചത് അറിയിക്കുകയാണ്.